ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. അകം വളരെ സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായ ഒരു വട റെസിപ്പി, അതും അധികം വന്ന ദോശ ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 3 ദോശ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തതിലേക്ക് 3/4 മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ്, ദോശയിൽ നമുക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം സവാള കൊത്തിയരിഞ്ഞത്, അല്പം കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുരുമുളക് ചതച്ചത്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്തതിനകത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെയായി വേണം ചേർക്കാൻ. ഒന്നിച്ചിട്ടാൽ ഇതെല്ലാം കൂടി കട്ട പിടിക്കാനും മാവ് ശരിയായി വരാനും സാധ്യതയില്ല. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മാവ് ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി കയ്യിലൊരല്പം വെള്ളം തടവിയതിന് ശേഷം ഓരോ ചെറിയ ഉരുളകളായി എടുത്തുകൊണ്ട് അതിൻ്റെ നടുവിലൊരു ഹോളിട്ട് നമ്മളുടെ ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ വടകളും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് തീ വയ്ക്കേണ്ടത്. കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകും. മാത്രമല്ല അകം നന്നായി വെന്ത് കിട്ടുകയില്ല. വട ഇവിടെ ഏകദേശം റെഡിയായി. തിരിച്ചും മറിച്ചുമിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. കടയിൽ നിന്ന് വാങ്ങുന്ന ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വടയ്ക്കുമുള്ളത്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ വടകളും നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മളുടെ വീട്ടിൽ അധികം വന്ന ദോശ കൊണ്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പവുമാണ്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമല്ലോ.